ഒരു കത്തോലിക്ക പുരോഹിതൻ ആയിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇന്ന് അനേക ഭക്തരായിരിക്കുന്ന ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ക്രിസ്തീയ മതത്തിൽപ്പെട്ടവർക്ക് പരമപ്രധാനമായിരിക്കുന്നത് അവരുടെ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും അതിനുവേണ്ടിയുള്ള ഒപ്പീസും കുർബാനയും ഒക്കെയുമാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പഠിക്കുകയും അത് ദൈവാത്മാവ് പഠിപ്പിക്കുകയും ആത്മധൈര്യത്തോടെ നിൽക്കുകയും ചെയ്ത ഒരു പുരോഹിതൻ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് അങ്ങിൽ നിന്ന് അറിയുവാനുള്ളത് മരിച്ചവർക്ക് വേണ്ടിയുള്ള ഈ കർമാനുഷ്ഠാനങ്ങളെക്കുറിച്ച്, ആ കർമാനുഷ്ഠാനങ്ങളുടെ പിന്നിൽ എന്തെങ്കിലും ദൈവവചന അടിസ്ഥാനങ്ങളുണ്ടോ? ഞാൻ കുഞ്ഞുനാളിൽ തുടങ്ങി കേൾക്കുന്നതാണ് മരിച്ചവർ വേണ്ടിയുള്ള പാട്ട് കുർബാന. അതെൻ്റെ മനസ്സിൽ അടിഞ്ഞെടുക്കുന്നതാണ്. അച്ഛനു ശേഷം ഞാനും അത് ചെയ്തിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ ഈ മരിച്ചവർക്ക് ശേഷം ഇനി എങ്ങനെ ഈ പ്രാർത്ഥന കൊണ്ട് മാറ്റിമറിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് അപ്പോഴും സംശയമുണ്ടായിരുന്നു. എന്നാൽ ബൈബിൾ അടിസ്ഥാനത്തിൽ എനിക്കൊരു കാര്യം മനസ്സിലായി, രക്ഷിക്കപ്പെടണം ആ ജീവിച്ചിരിക്കുമ്പോൾ രക്ഷ പ്രാപിച്ചോളും. കാരണം അതിൻ്റെ പിന്നിൽ വിശ്വാസത്തിൻ്റെതായ തിരഞ്ഞെടുപ്പും തീരുമാനവും ചെയ്യേണ്ടതായിട്ടുണ്ട്. ബൈബിൾ അനുസരിച്ചുകൊണ്ട് കൃപയാൽ നൽകപ്പെടുന്ന സൗജന്യദാനമായി നൽകപ്പെടുന്ന രക്ഷ വിശ്വാസത്താൽ സ്വീകരിക്കാവുന്നതേ ഉള്ളൂ. വിശ്വാസത്താൽ സ്വീകരിക്കണമെങ്കിൽ അറിഞ്ഞ് സ്വീകരിക്കണം, അറിഞ്ഞ് തീരുമാനമെടുക്കണം. അത് ജീവിച്ചിരിക്കുമ്പോൾ ശ്വാസമുള്ളപ്പോൾ ചെയ്യാൻ പറ്റും. ശ്വാസം പോയി കഴിഞ്ഞിട്ട് ആർക്കും തീരുമാനം ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് മരിച്ചതിന് ശേഷം രക്ഷപ്പെടാമെന്നുള്ള ചിന്ത, രക്ഷപ്പെട്ടേക്കുമെന്നുള്ള ചിന്ത തന്നെ ബൈബിൾ അടിസ്ഥാനത്തിൽ തെറ്റാണ്, എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇന്ന് പള്ളികളിൽ കാണുന്ന ഈ കുഴിക്ക് ഒപ്പീസ് അങ്ങനെയുള്ള ആചാരാനുഷ്ഠാനങ്ങളൊക്കെയും വ്യർത്ഥമാണെന്നാണോ അച്ഛൻ പറയുന്നത്? കുടം കമത്തി വെച്ച് വെള്ളം ഒഴിക്കുന്നതിന് തുല്യമാണ്. അതിനകത്ത് വെള്ളം കയറില്ല. ഈ ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനെ സ്വീകരിച്ചിട്ടുണ്ടോ അവൻ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു. യേശുവിനെ അത് സ്വീകരിക്കണമെങ്കിൽ മരിച്ചിട്ട് ശേഷം സ്വീകരിക്കാൻ പറ്റേയില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ പാടിയ പാട്ടില്ലേ, ആനന്ദമേ സൗഭാഗ്യമേ എന്നൊക്കെ പറഞ്ഞത്, ഇവിടെ വെച്ച് യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നതാണ് നിത്യസൗഭാഗ്യത്തിൻ്റെ അച്ചാരമെന്ന് ഞാൻ പറയും. ഇവിടെ യേശുക്രിസ്തു ആയിരിക്കുന്നവൻ ആ യേശുവിനോട് കൂടെ നിത്യസൗഭാഗ്യത്തിൽ പ്രവേശിക്കും. ഇത്രയും സമയം, അങ്ങയുടെ വിലപ്പെട്ട സമയം, അങ്ങയെ കാണുവാനും അങ്ങയോട് പല കാര്യങ്ങളും എന്തുകൊണ്ട് കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോകുന്നുവെന്നും എന്തുകൊണ്ട് ഇപ്പോൾ കുർബാന ചെല്ലുന്നില്ല എന്നും എന്തുകൊണ്ടാണ് ശിശു മാമോദീസ തെറ്റാണെന്നും ഇപ്പോഴുള്ള സ്നാനം ശരിയാണെന്നും ഒക്കെ അങ്ങ് പറഞ്ഞു. അതിനെക്കുറിച്ച് ധാരാളം സംശയമുള്ള അനേക കത്തോലിക്കരായിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി, യാക്കോബായക്കാരായ വ്യക്തികൾക്ക് വേണ്ടി, കാറ്റിസം അധ്യാപകർക്ക് വേണ്ടി, അങ്ങയെ ധാരാളം സ്നേഹിച്ച അനേക കരിസ്മാറ്റിക് കാറ്റക്കിസം ടീച്ചർമാർക്കൊക്കെ വേണ്ടിയാണ് ഞാൻ അവരൊരു പ്രതിനിധിയെ പോലെയാണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചത്. അവസാനമായി ഇപ്പോൾ അങ്ങ് പറഞ്ഞതനുസരിച്ച് അങ്ങക്ക് 77 വയസ്സോളം ഇപ്പോൾ ആയിട്ടുണ്ട് അല്ലേ? 76 വയസ്സ് കഴിഞ്ഞ ഒരു പുരോഹിതനായിരുന്ന കേരളക്കരയിൽ ക്രൈസ്തവ ലോകത്തിന് അനേക സംഭാവന ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ ഇപ്പോൾ ഈ ചോദ്യോത്തരങ്ങൾ ശ്രദ്ധിച്ച വ്യക്തി ജീവിതങ്ങളോട് അങ്ങേക്ക് എന്ത് ആഹ്വാനമാണ് ഇപ്പോൾ പറയുവാനുള്ളത്? എന്ത് സന്ദേശമാണ് പറയുവാനുള്ളത്? അല്ലെങ്കിൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഒരു മതത്തിൽ ജനിച്ച് മതത്തിൽ വളർന്ന് മതത്തിൽ നിന്ന് മതത്തിൽ നിലനിർത്താനായിട്ട് കഴിഞ്ഞ കാലങ്ങളെല്ലാം പരിശ്രമിച്ചു. എന്നാൽ മതമല്ല മനുഷ്യരെ രക്ഷിക്കുന്നത്, ഉയർത്തുന്നത് യേശുവാണ്. അതുകൊണ്ട് യേശുവിൽ ജനിച്ച്, യേശുവിൽ വളർന്ന്, യേശുവിൽ ജീവിച്ച്, യേശുവിൽ മരിച്ച്, യേശുവിനോട് നിത്യ സൗഭാഗ്യത്തിൽ പ്രവേശിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനാണ് എൻ്റെ ജീവിതത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. വേറൊരു കാര്യം എനിക്ക് മനസ്സിലായത്, ദൈവത്തിന് മനുഷ്യരെക്കുറിച്ചുള്ള പദ്ധതിയിൽ ഒരു രക്ഷാപദ്ധതിയുണ്ട്. ഗോഡ്സ് മാസ്റ്റർ പ്ലാൻ ഫോർ മാൻസ് സാൽവേഷൻ ഈസ് ദ ബൈബിൾ. 3500 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഉൽപ്പത്തി പുസ്തകം മുതൽ AD 95 പൂർത്തിയാക്കപ്പെട്ട വെളിപാട് വരെയുള്ളതായ ആ പുസ്തക ബൈബിൾ, ആകമാന ബൈബിളിലെ കേന്ദ്രബിന്ദു യേശുക്രിസ്തുവാണ്. സന്ദേശത്തിൻ്റെ കാതിൽ യേശുക്രിസ്തു വഴിയുള്ളതായ മനുഷ്യരക്ഷീയമാകും. എന്നാൽ മനുഷ്യൻ്റെ പ്ലാനാണ് മതം കൊണ്ട് രക്ഷപ്പെടാം എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ബൈബിൾ അനുസരിച്ചുകൊണ്ട് രക്ഷ പൂർത്തിയാക്കിയിരിക്കുന്നു കാൽവരി യാഗത്തിലൂടെ. അത് ആർക്ക് എപ്പോഴും സ്വീകരിക്കാം, വിശ്വാസത്തിൽ കൈക്കൊള്ളാവുന്നേ ഉള്ളൂ. എന്നാൽ മതങ്ങളുടെ അനുശാസനം അനുസരിച്ചുകൊണ്ട് ഉദാശകളാലും കർമ്മങ്ങളാലും തിരുക്കർമ്മങ്ങളാലും മരിച്ചതിന് ശേഷമുള്ള കർമ്മങ്ങളാലും രക്ഷ പ്രാപിക്കാം എന്ന് വ്യാപിപ്പിക്കുമ്പോൾ അത് പൗരോഹിത്യ അടിമത്തത്തിൽ ജനങ്ങൾ വന്ന് വീഴുന്നു. അവർ ചൂഷണം ചെയ്യപ്പെടാൻ ഇടയാവുകയും ചെയ്യുന്നു. മത നേതൃത്വത്തിൻ്റെ ആ അടിമത്ത നുകം മനുഷ്യർ വഹിക്കാൻ ഇടയാവുകയും ചെയ്യും. ഈ നുകം വലിച്ചെറിഞ്ഞ്, അടിമത്ത നുകം വലിച്ചെറിഞ്ഞ് മത പാരമ്പര്യങ്ങളിൽ നിന്ന് കെട്ടിൽ നിന്ന് വിമോചിതരായി
യഥാർത്ഥ ദൈവവിശ്വാസത്തിലേക്ക്, ദൈവ മക്കളുടെ പദവിയിലേക്ക് നിങ്ങൾ സ്വതന്ത്രരായി വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നുള്ള ഈശോയുടെ വാക്കുകൾ നിങ്ങൾ നിറവേറട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ആശംസിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. യേശുക്രിസ്തു, നാം വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ യേശുക്രിസ്തു വെറും ഒരു ചരിത്ര പുരുഷനല്ല. ബത്ലഹേമിൽ പിറന്ന് നസറത്തിൽ വളർന്ന് പലതരങ്ങളെ സഞ്ചരിച്ച് കുരിശിൽ യാഗമായി തീർന്ന് ചരിത്രത്തിൽ ഏടുകളിലേക്ക് കടന്നുപോയവനല്ല യേശു. അവൻ കാൽവരി യാഗത്തിലൂടെ മനുഷ്യനെ നേടുകയും മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇനി മരണമില്ലാത്തവനായിട്ട് ഇന്നലെ ഇന്നും നാളെയും അന്യനായിട്ട് ഇന്നും വാഴും. ആ യേശുവിനെ മാത്രം കർത്താവായി അംഗീകരിക്കുക, ദൈവമായിട്ട് അംഗീകരിക്കുക, അവനെ മാത്രം വിശ്വസിക്കുക, അവന് മാത്രം ആശ്രയിക്കുക, അവന് മാത്രം സമർപ്പിച്ചിരിക്കുക, അവന് മാത്രം പ്രഘോഷിക്കുക. അങ്ങനെ യേശു കേന്ദ്രീകൃതമായി യേശുവിൽ മാത്രം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. അവനാണ് നമ്മുടെ അടിസ്ഥാനശില. യേശുവിന്മേലാണ് നാം പണിയപ്പെട്ടിരിക്കുന്നത്. ഈ സത്യം അറിഞ്ഞുകൊണ്ട് യേശുവിനെ മാത്രം സ്വീകരിക്കാൻ ഇടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ സ്നേഹത്തിനും ഏറ്റവും യോഗ്യനാമൻ നല്ല ദൈവമേ, നന്മ സ്വരൂപ, എല്ലാ സൃഷ്ടികളെക്കാളും ഉപരിയായി നിന്നെ സ്നേഹിച്ചിടുന്നിതാ ഞാൻ. എൻ്റെ സ്രഷ്ടാവാം രക്ഷനാഥനെ ഞാൻ മുഴുവാത്മാവും ഹൃദയവുമായി മുഴുമനമോടെയും സർവശക്തിയോടും സദാ സ്നേഹിച്ചിടും മഹിയിൽ. എല്ലാ സ്നേഹത്തിനും ഏറ്റവും യോഗ്യനാമൻ നല്ല ദൈവമേ, നന്മ സ്വരൂപ, എല്ലാ സൃഷ്ടികളെക്കാളും ഉപരിയായി നിന്നെ സ്നേഹിച്ചിടും മഹിയിൽ. വല്ല പാപത്താലേ നിന്നെ ദ്രോഹിച്ചിടാൻ വല്ലഭ അനുവദിക്കരുതേ. നിന്നോടെളിയോരേറ്റം ചെയ്യുന്നതിനു മുൻപായി നഷ്ടമാക്കിടമഖിലവും ഞാൻ. എല്ലാ സ്നേഹത്തിനും ഏറ്റവും യോഗ്യനാമൻ നല്ല ദൈവമേ, നന്മ സ്വരൂപ, എല്ലാ സൃഷ്ടികളെക്കാളും ഉപരിയായി നിന്നെ സ്നേഹിച്ചിടുന്നിതാ ഞാൻ. യേശു മതി എനിക്ക്, യേശു മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി. അവൻ എല്ലാവർക്കും എല്ലാ കാലത്തിലും എല്ലാ കാര്യത്തിലും എന്നും മതിയായവൻ. അവൻ എല്ലാവർക്കും എല്ലാ കാലത്തിലും എല്ലാ കാര്യത്തിലും എന്നും മതിയായവൻ. യേശു മതി എനിക്ക്, യേശു മതി, യേശു മാത്രം.